ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. അവളിൽ നിന്ന് മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോ ജനിച്ചു. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. പ്രത്യേകിച്ച് മേരി നാമധാരികൾക്ക് നാമഹേതുക തിരുനാളിൻ്റെ പ്രാർത്ഥന ആശംസകളും നേരുകയാണ്. പരിശുദ്ധ അമ്മയെ പോലെ ഹൃദയത്തിൽ ഈശോയെ സംവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഈശോയെ ഉദരത്തിൽ സംവഹിക്കുവാൻ തക്കവിധം വിശുദ്ധമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഈശോയെ നമ്മളും വഹിക്കുന്നുണ്ട് അല്ലേ? വിശുദ്ധ കുർബാനയായിട്ട് എൻ്റെ ഈശോ എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നുണ്ട്. പക്ഷെ ആ ഈശോ എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കണം. ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. പലപ്പോഴും ഈ വിശുദ്ധി എന്നിൽ ഇല്ലാതായി പോകുമ്പോൾ ഈശോ എൻ്റെ ഉള്ളിൽ വസിക്കാതെ പോവുക, യോഗ്യതയില്ലാതായി പോവുക. ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ വസിക്കാൻ. അതുകൊണ്ടാണ് അവനൊരു ഗോതമ്പപ്പമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരുവാനായിട്ട് അവൻ ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപം മൂലം എൻ്റെ ദൈവത്തിന് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാനായിട്ട് അതിനുള്ള സാധ്യത നമ്മൾ കൊടുക്കുന്നില്ല. പരിശുദ്ധ അമ്മ അത് കൊടുത്തിരുന്നു അല്ലേ? വിശുദ്ധമായ ഒരു ജീവിതമാണ്. അമ്മയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ദൈവവചനത്തോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. വെല്ലുവിളികൾ ഇഷ്ടം പോലെ മുന്നിൽ കണ്ടു. മറ്റുള്ളവരെ തിരസ്കരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇഷ്ടംപോലെ സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നോ ഒന്നും പറയാതെ ദൈവവചനത്തിന് വേണ്ടി തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചു. എളിമയുള്ള ഒരു ജീവിതം. ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ അമ്മയാണ് ഞാൻ എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കും. നേരെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ഓടുക. എന്തിനാ? അവളെ സഹായിക്കാനായിട്ട്. എളിമയുള്ള ജീവിതം, മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ഒരു മനസ്സ്. ജീവിതത്തിലുണ്ടാകുന്ന ഈ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ കൊട്ടിഘോഷിക്കാതെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവകരങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറായ ഒരു വ്യക്തി. ഇതൊക്കെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇവയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത്. ദൈവവചനത്തിന് പൂർണ്ണമായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതം വിശുദ്ധമായി മുന്നോട്ട് നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ഉള്ളിലും എൻ്റെ ദൈവം വസിക്കും. പക്ഷേ നമ്മൾ ഇതിനുള്ള അവസരം കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. വിശുദ്ധ കുർബാനയായിട്ട് ഈശോ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവൻ എൻ്റെ ഉള്ളിൽ സ്ഥിരം വസിക്കുവാനായിട്ടുള്ള യോഗ്യത എനിക്കുണ്ടോ? അതോ ഞാനെന്ന ഭാവത്തോടുകൂടി, ഞാൻ വലിയവനാണ് എന്നുള്ള ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അങ്ങനെയാണെങ്കിൽ ആ ഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുവാനായിട്ട്, ഒന്ന് എളിമപ്പെടുവാനായിട്ട്, ദൈവവചനത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട്, ഈശോയെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ആ ഈശോയുമായിട്ട് മറ്റുള്ളവരുടെ പക്കലേക്ക് കടന്നു ചെല്ലുവാനായിട്ട്, അവർക്ക് നന്മകൾ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.